ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡർ. ഇൻട്രാഡേ ട്രേഡിംഗ് മാത്രമല്ല, സ്കാൽപ്പിംഗ്, സ്വിംഗ് ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രേഡ് സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് ഇൻട്രാഡേയിൽ, അതായത് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് മെയിനായിട്ട് വരുന്ന കൺഫ്യൂഷൻസ് മോർണിംഗിൽ മൂവ്മെന്റ് പോകുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്റ്റോക്കിൽ മൂവ്മെന്റ് നമുക്ക് വരും മോർണിംഗിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് സ്കാനർ സെറ്റ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ മൂവ്മെന്റ് ട്രെൻഡുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് പെട്ടെന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. ഇന്ന് രാവിലെ പോളിക്യാബിൽ നല്ലൊരു ഡൗൺ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ HAL നല്ല മോർണിംഗ് സെക്ഷനിൽ നല്ല ട്രേഡായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി പെർഫെക്റ്റ് ആയിട്ട് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാം, ആക്യുറേറ്റ് ട്രേഡ് എടുക്കാം, ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസ് തിരിച്ചറിയാം, എവിടെ നിന്നാണ് നമുക്ക് അതായത് പ്രോപ്പർ എൻട്രി പോകുന്നത്, നെക്സ്റ്റ് ഇപ്പോൾ ഒരു ട്രേഡ് കഴിഞ്ഞാൽ അടുത്ത എൻട്രി ലെവൽ എവിടെ നിന്നാണ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ഇതുവരെ ട്രേഡ്, അതായത് ഇപ്പോൾ HAL ഇപ്പോഴത്തെ മൊമെന്റ് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 2:20 ശേഷം മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡ് പോയി, പിന്നെ രണ്ടാമത് മാർക്കറ്റ് തിരിച്ചിറങ്ങി. ഇപ്പൊ കുറച്ച് മുമ്പ് ഒരു ട്രേഡ് പോയിട്ടുണ്ട് അപ്രോക്സിമേറ്റ് 2 ശേഷം 4533 ട്രേഡ് പോയതാണ്. ഇപ്പൊ 57 വരെ കയറിയിട്ടുണ്ട്. അപ്പൊ ചെറിയ ട്രേഡ് നമുക്ക് ഇവിടുന്ന് ഇതുവരെ ട്രേഡ് എടുത്തില്ല, രണ്ടാമത് പിടിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസ് തിരിച്ചറിയാം, അതേപോലെ ട്രെൻഡ് മനസ്സിലാക്കി കറക്റ്റായിട്ട് ട്രേഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, ഇതിൽ സ്റ്റോക്കുകൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഇപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന 2 സ്റ്റോക്ക് പോളിക്യാബ് HAL നമുക്ക് മിക്കവാറും ഇൻട്രാഡേക്കും അതേപോലെ പൊസിഷൻ ഹോൾഡ് ചെയ്യാനും നമുക്ക് വീക്ക്ലി പെർഫോമൻസ് ഒക്കെ നമുക്ക് മിക്കവാറും ട്രെൻഡ് കിട്ടുന്ന സ്റ്റോക്കുകളാണ് ഞാൻ ഇന്ന് 2 കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കാനർ സെറ്റ് ചെയ്യും, സ്കാനർ ട്രെൻഡ് മനസ്സിലാക്കി എളുപ്പമുണ്ട്. സ്കാനർ 1 ഉം 2 ഉണ്ട്. സിഗ്നൽസുകൾ ഇപ്പോൾ കംപ്ലീറ്റ് ഇപ്പോൾ ഏത് ടൈം ഫ്രെയിമാണ് സിഗ്നൽസ് 2-ൽ കിട്ടും. പക്ഷെ 1-ലാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ ട്രെൻഡ് മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഏത് ടൈം ഫ്രെയിമാണ് വെച്ചിരിക്കുന്നത് അതിന്റെ ട്രെൻഡുകൾ. ഇപ്പോൾ ഇൻട്രാഡേ അതല്ല 15 മിനിറ്റ്സ് ആണ്, ഏത് ടൈം ഫ്രെയിമാണ് വെച്ചിരിക്കുന്നത് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കറക്റ്റ് ആയിട്ട് മൂവ്മെന്റ് കിട്ടും. മറ്റേ ടൈം ഫ്രെയിം സ്കാനർ സെക്കൻഡിൽ നമുക്ക് സിഗ്നൽസുകൾ നമുക്ക് കറക്റ്റ് ആയിട്ട് സിഗ്നൽ വരുന്നത് നമുക്ക് സൈഡിൽ കാണിച്ചു തരും. അപ്പോൾ സ്കാനർ 7 സെക്കൻഡ് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതിനകത്ത് രാവിലെ റിഫ്രഷ് ചെയ്ത് ഇവിടെ ട്രെൻഡ് നമുക്ക് വരുന്ന സിഗ്നൽസിൽ ഈ സൈഡിൽ ഫോം ആവും. അപ്പോൾ സ്കാനർ 1 ആണ് സെറ്റ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലത് സ്കാനർ 2-നേക്കാളും. അപ്പൊ കറക്റ്റ് ഏത് ട്രേഡ് ആണ് ചെയ്യുന്ന ആ ഇൻട്രാഡേ ട്രെൻഡ് ആണ് അതിന്റെ ട്രെൻഡ് കറക്റ്റ് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ സിമ്പിളാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഇതിനകത്ത് റെഡ് കളർ ഡൗൺ ആരോ നോക്കുകയാണെങ്കിൽ അതാണ് സെൽ ട്രേഡ്, ഗ്രീൻ കളർ അപ്പാരും ബൈസിക്കിൾ. ഇപ്പോൾ ഈ ബൈസിക്കിൾ വന്ന സമയമാണ് മേളിൽ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ടൈം, അതിൻ്റെ എൻട്രി പോയിന്റ്, ടാർഗറ്റുകളും. ഇപ്പോൾ ഈ ലാസ്റ്റ് വന്ന സിഗ്നൽ വന്നിരിക്കുന്ന 2 രൂപയാണ്, അതിൻ്റെ എൻട്രി പോയിന്റ് ആണ്, ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിഗ്നൽ വന്ന സമയത്ത് അലേർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് സിഗ്നൽ വന്ന സമയത്ത് തന്നെ ആ കൺഫർമേഷൻ ലെവൽസ് 3 ലെവൽ മാച്ച് ആയിട്ടുണ്ട്. 3 ലെവൽ നോക്കണമെങ്കിൽ ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാർ 2 ഒന്നിച്ച് വേണം. ഇപ്പോൾ ഇവിടെ സിഗ്നൽസ് വന്നത് 2 ഒന്നിച്ച് വന്ന് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോയി മാർക്കറ്റ് ഒറ്റയടിക്ക് കയറി. പിന്നെ ഇടയ്ക്ക് മാർക്കറ്റ് ഒരു ഡൗണിഷ് സ്റ്റാർട്ടായിരുന്നു. ഇപ്പം ഇവിടെ ഒരു ഡൗൺ വന്ന് തിരിച്ച് രണ്ടാമത് പിന്നെ, കാരണം സോഫ്റ്റ്വെയർ സെല്ല് അവിടെ തന്നിട്ടില്ല, കാരണം റെഡ് തരാസ്ഥിതിക്ക് അത് സെൽ എന്ന് പറയാൻ പറ്റില്ല, തിരിച്ച് കയറാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അവിടെ ട്രെൻഡ് ലൈൻ മാത്രമായിട്ട് റെഡ് കാണിച്ച് തിരിച്ച് താഴത്തെ കൺഫർമേഷൻ ബാർ മാറാത്തത്. പക്ഷെ നമുക്ക് ഇവിടെ ട്രേഡ് എക്സിറ്റ് ചെയ്യാൻ സോഫ്റ്റ്വെയർ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്ത് പോകാം. ഇപ്പം ഇവിടുന്ന് എക്സിറ്റ് ചെയ്തിട്ട് രണ്ടാമത് തിരിച്ച് ഈ ഇറക്കത്തിൽ രണ്ടാമത് ട്രേഡ് പിടിക്കാം, അവിടെ റീ എൻട്രി ലെവലിൽ തരികയും ചെയ്യും. ഇപ്പം ഇവിടുന്ന് ട്രേഡ് പിടിച്ചത് അത് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു, നല്ല ട്രേഡായിരുന്നു. അപ്പം നമുക്ക് ഇതുവരെ ട്രേഡ് എടുത്തില്ല, നെക്സ്റ്റ് ട്രേഡിന്റെ ലെവലിൽ സോഫ്റ്റ്വെയർ റീ എൻട്രി തന്നിട്ടുമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അടുത്ത ട്രേഡ് പിടിക്കാം. ഓക്കെ, അപ്പം ഇന്ന് രാവിലത്തെ മോർണിംഗ് ലെവലിൽ തന്നെ കഴിഞ്ഞ ദിവസം സെല്ലിന് കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ആട്ടിറങ്ങി നല്ല ട്രേഡായിരുന്നു. അപ്പം അത് കഴിഞ്ഞ ശേഷം മാർക്കറ്റ് ബൈയും ട്രെൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പോളിക്യാബിലും അതുപോലെ തന്നെയായിരുന്നു. 50 പോയിന്റ്സ് ഉള്ള മോർണിംഗിൽ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിന് താട്ടിറങ്ങി നല്ല പ്രോഫിറ്റ് വന്നു. ഇപ്പോൾ ലാസ്റ്റ് ട്രേഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബൈ സിഗ്നൽ തന്നിട്ടുണ്ട്, ബൈ സിഗ്നൽ 1140 തന്ന എൻട്രി പോയിന്റ് ടാർഗറ്റ്. ഇപ്പോൾ 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, നല്ല വലിയ മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല സാധാരണ പോളിക്യാബിൽ വരുന്നത് പോലെ. പക്ഷേ പ്രോഫിറ്റ് ലെവലിൽ നമ്മളിപ്പോൾ അച്ചീവായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സിറ്റ് ലെവലിൽ നമ്മൾ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ട്രെൻഡ് ലൈൻ നോക്കി എക്സിറ്റ് അടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ താഴത്തെ ഈ ട്രെൻഡ് മാറുന്ന സമയത്ത് അല്ലെങ്കിൽ കളർ ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് അടിച്ച് പോകാം. കളർ ചേഞ്ച് ഇപ്പോൾ എക്സ്ട്രാ കളർ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സ്ട്രാ കളർ വന്നിട്ടുണ്ട് ഓറഞ്ച്. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് പോർഷൻ നമ്മൾ കറന്റ് റണ്ണിങ് ആണ്, നമുക്ക് ഇവിടെ എക്സിറ്റ് ചെയ്ത് പോകാം. അപ്പോൾ ഒരുപാട് ലോസ് പോകുന്നതിന് നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് സോഫ്റ്റ് സഹായിക്കും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ റിവേഴ്സ് പോകുന്ന സമയത്ത് നമുക്ക് ക്രോസ് ഡൗൺ എന്നൊക്കെ പറഞ്ഞാൽ റിവേഴ്സ് പോകുന്നു എന്നുള്ള മെസ്സേജ് നമുക്ക് സോഫ്റ്റ്വെയർ ഈ അലേർട്ട് മെസ്സേജ് ആയിട്ട് തരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്, സെറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് സോഫ്റ്റ്വെയർ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന ലൈവിൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.